ഇസ്രായേൽ ലെബനാൻ്റെ മണ്ണിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളിൽ ഒരെണ്ണം അവിടെ പൊട്ടാതെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിലാകെ കിളിപോയിരിക്കുന്നത് അമേരിക്കയുടേതാണ്. അതെങ്ങനെയാണ് ആശങ്കപ്പെടുന്നത്? ഇനി ആരെങ്ങാനും തൊട്ടിട്ടത് പൊട്ടിപ്പോവോ എന്നതിലല്ല, മറിച്ച് ഈ പൊട്ടാതിരിക്കുന്ന GPO-39 എന്ന് പറയുന്ന മിസൈൽ ബങ്കർ ബ്ലസ്റ്റർ മിസൈൽ സംവിധാനങ്ങളിൽപ്പെട്ട തലതൊട്ടപ്പനായിട്ടുള്ള ഒന്നാണ്. ഇത് തന്നെ ആഴങ്ങളോളം കുഴിച്ചെടുത്ത് അവിടെ ആഴത്തിൽ പോയി പൊട്ടിത്തെറിച്ച് എല്ലാം നാമാവിശേഷമാക്കാൻ പറ്റുന്ന അത്യാധുനിക സംവിധാനത്തിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള പേരുകേട്ട മിസൈലാണ് GPO-39. പക്ഷേ അവിടെ പൊട്ടാതെ കിടക്കുമ്പോൾ ഇതാരുടെ കൈകളിലേക്കെത്തും? ഇറാൻ്റെ കൈകളിലേക്കെത്തും. അത് തന്നെ ബാക്ക് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഇതിനഴിച്ച് പെറുക്കി എന്താണോ എങ്ങനെയാണോ ഇതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്, എങ്ങനെയൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് സകല ഓപ്പറേഷനും നടത്തിയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ 1, 2, 3 മാക്സിമം പോയാൽ 6 മാസം കൊണ്ട് തിരിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതിലാണ് ഇസ്രായേലിൻ്റെ കിളിയും പോയി, അതേപോലെ അമേരിക്കയുടെ ഉറക്കവും പോയി. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക നിന്ന് മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്ന കാര്യം അതങ്ങനെ കണ്ടുണ്ടാക്കാൻ പറ്റുന്ന, അങ്ങനെയാണല്ലോ പലപ്പോഴും പറയുക, അതങ്ങനെ കണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു മിസൈൽ സംവിധാനമൊന്നല്ല, ഞങ്ങൾക്കേ അതിൻ്റെ ടെക്നോളജി അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത്യാധുനിക സംവിധാനത്തിൻ്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന എത്രയോ കൂട്ടം സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചത് ഒറ്റ വേളയിൽ അതങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ ഇറാന് സാധിക്കില്ല. പക്ഷേ ഇറാൻ്റെ കരങ്ങളിലേക്ക് എത്തുമെന്ന് അമേരിക്ക ഇത് എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇറാനും ഹിസ്ബുള്ളയും നന്നായി കയ്യപ്പുണ്ട് എന്നുള്ളത് അവർക്ക് പണ്ട് അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് അമേരിക്ക എന്നല്ല, ഏത് ആൾ മനസ്സിലാക്കിയാലും ഇറാൻ ഇതിൽ നിന്ന് പിന്നാക്കം വിളിക്കാനും കഴിയില്ല. കാരണം ഹിസ്ബുള്ളക്ക് കിട്ടിയ ആയുധങ്ങളൊക്കെ ഇറാൻ്റെതാണ്. ഇറാൻ്റെ ആയുധങ്ങൾ അധികവും ഹിസ്ബുള്ളക്ക് കൈകാര്യം ചെയ്യുന്നുമുണ്ട്. ഹിസ്ബുള്ള കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, അത് ഉപയോഗിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് പോലും ഹിസ്ബുള്ളക്ക് ഇറാൻ സൈന്യമാണ് നൽകുന്നത് പരസ്യമായ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു പുതിയൊരു ആയുധം കൂടി ഇറാൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ ആയുധപ്പുരയിലേക്ക് നിറച്ചു വെക്കാൻ ഇറാൻ ഒരു ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മാനമായി ഹിസ്ബുള്ളക്ക് കൊടുത്തു. ആ ഹിസ്ബുള്ള യഥാപ്രകാരം ക്രമപ്രകാരം അത് ഇറാനും കൊടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഇതിനേക്കാൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെങ്ങനെ പൊട്ടാതിരുന്നു എന്നതായിരിക്കും അമേരിക്ക പഠിക്കുന്നുണ്ടാകുക. ഇതെങ്ങനെ പൊട്ടുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടത്. ആ ഹിസ്ബുള്ളക്ക് ആകട്ടെ ഇതെല്ലാം കൂടി ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഇസ്രായേലിനൊന്ന് കൊടുത്താൽ മതി, എല്ലാം സക്സസ്സായി. ഇങ്ങനെയൊക്കെയാണ് പലരും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു എന്ന് പറയുന്ന ആ സംഭവം. അമേരിക്ക എന്ന് പറയുന്നത് തലതൊട്ടപ്പനായിട്ടുള്ള പോലീസാണെന്നൊക്കെ അവർ സ്വന്തം പറയുന്നുണ്ടെങ്കിൽ പോലും ലോകത്ത് കൂടുതൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് അമേരിക്കയിലുണ്ട് എന്നുള്ളതാണ്. അവിടെ നമുക്ക് പുതിയൊരു കണക്കെടുത്താൽ 8 കോടിയോളം ആളുകൾക്ക് അവിടെ ദൈനംദിന ചികിത്സാ കാര്യങ്ങളും ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും വാങ്ങാൻ പറ്റുന്നതിൽ നിന്നും താഴത്തെ ലെവലിലേക്ക്, അഥവാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് യുദ്ധങ്ങൾ എമ്പാട് ലോകത്തുണ്ടാക്കുകയും അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭം കൊണ്ട് അവർ തന്നെ ബാക്കിയുള്ള ആളുകളെ തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അവസാനം അവർ തന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന ലോകക്രമമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഗിഫ്റ്റ് കിട്ടിയത് GPO-39 എന്ന് പറയുന്ന മുൻനിര മിസൈൽ സംവിധാനത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു സർപ്രൈസായിട്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.